ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സമൂസയാണ് കേട്ടോ. ഹോം മെയ്ഡ് സമൂസ. നമ്മൾ സമൂസ ഷീറ്റൊന്നും വാങ്ങിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 4-5 സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 6 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബീഫാണ്. അത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളവും അതിൽ കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ബീഫ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ ക്രഷ് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകം ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഒരു മാവ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഒരു കപ്പ് സാദാ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം ഒരു കപ്പിൽ നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു നെയ്യിൻ്റെ പാക്കറ്റ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ നമ്മൾ അരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ 2 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മൈദ പാത്രത്തിൽ വെക്കുന്നുണ്ട്. കുഴച്ച് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ ഏറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച ഉപ്പുവെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി വെള്ളം ഏറി പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ. ഓവറായി കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചെടുത്തത് ശരിയാവില്ല. പിന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക.
നമ്മൾ പരത്തിയെടുത്തത് ഈ ഒരു വലിപ്പത്തിയാൽ ഇതാ ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു കോണ് പോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ മൈദമാവ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുകൾ ഭാഗം ഉള്ളത് നമ്മൾ വലിച്ചിട്ട് സെൻട്രൽ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷീറ്റിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഈ ഷീറ്റ് നമ്മൾ വീട്ടിൽ മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഷീറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമൂസയാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് തന്നെ വാങ്ങിക്കുക. ഫില്ലിങ് മാത്രം നമ്മൾ വീട്ടിലുണ്ടാക്കുക. അപ്പം നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ചൂട്, നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സമൂസയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സമൂസ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.